കൂടുതൽ കണ്ടിട്ടുണ്ട്. കാരണം അത്ര മികച്ച ചിത്രമാണ് വടക്ക് നോക്കി യന്ത്രം. വടക്ക് നോക്കി യന്ത്രം എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഒരു റിയാക്ഷനാണ് നമ്മൾ ചെയ്യാൻ പോണത്. ആ ചിത്രം ആരും കാണാത്തതായിട്ടുണ്ടാവില്ല കേട്ടോ. ഒരുപാട് തവണ ആ ചിത്രം എല്ലാവരും കണ്ടിട്ടുണ്ട്. അത്ര മികച്ച തിരക്കഥയാണ് ചിത്രത്തിൻ്റെ. മികച്ച സംവിധാനം, മികച്ച നടന മികവും കൊണ്ട് ശ്രീനിവാസൻ 3 സംഭവങ്ങളും ഒരേപോലെ കൈകാര്യം ചെയ്ത് മികച്ചതാക്കി മാറ്റിയിട്ടുള്ള 1989 ഇറങ്ങിയ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു വടക്ക് നോക്കി യന്ത്രം. ആ ചിത്രത്തിൽ തളത്തിൽ ദിനേശനായിട്ട് അങ്ങോട്ട് അഭിനയിക്കുകയല്ല ജീവിക്കുകയായിരുന്നു നമ്മുടെ ശ്രീനിവാസൻ്റെ തിരക്കഥകൾക്ക് എപ്പോഴും ഹാസ്യാത്മകമായിട്ടുള്ള പശ്ചാത്തലത്തിലൂടെ ഒരു ജീവിതത്തിന് നേർരേഖയെ കൃത്യമായി വരച്ചിടുവാൻ സാധിക്കാറുണ്ട്. അത് ഈ ചിത്രത്തിലും വളരെ കൃത്യമായിട്ട് തന്നെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സീൻ ഒന്ന് കണ്ടു നോക്കാം. ഈ സീൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി അത് ഒന്ന് കൊള്ളുന്ന സീനാണ്. ഹാസ്യാത്മകമായിട്ടാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. നോക്കിക്കോ. പക്ഷേ ഈ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാ കേൾക്കുന്നത്. സിനിമാ നടന്മാരെ തന്നെ അങ്ങോട്ട് പറഞ്ഞല്ലോ. ബാക്കി കേൾക്കാട്ടോ നമുക്ക്. ഈ സിനിമാ നടന്മാരെ പല വൃത്തികേടുകളും ചെയ്യുന്നവരുമാണത്രേ. പാർവതിയുടെ ചിരിയണ്ട. അതായത് ഇങ്ങേർക്ക് ഇത് എന്താ പറ്റി കാലത്ത് തന്നെ എഴുന്നേറ്റോണ്ട് ഒരു സിനിമ കാണാൻ പോയല്ലോ തലേദിവസം. അപ്പം ആ സിനിമയിലെ നടൻ ഇത്തിരി അടിപൊളിയാണല്ലോ എന്നുള്ള രീതിയിൽ പാർവതി സംസാരിച്ചിരുന്നു. അപ്പം അത് കാരണം ശ്രീനിവാസൻ രാവിലെ എഴുന്നേറ്റോണ്ട് സിനിമക്കാരൊക്കെ ഭയങ്കര മദ്യപാനികളാണെന്നാ കേട്ടത്. നമ്മൾ കണ്ടതാണല്ലോ ചിത്രം. ബാക്കി കാണാട്ടോ നമുക്ക്. പുള്ളി നേരം വെളുക്കും വരെ ഇത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ പെട്ടെന്ന് ഓർത്തു. അത് മറക്കണ്ടെന്ന് കരുതി ഉടനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് ശരി. അപ്പൊ എന്തൊക്കെ ആരോപണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി ഇനി പറയാൻ പോണൊക്കെ സംഭവങ്ങൾ കേട്ടോട്ടെ. അത് കിടില സാധനങ്ങളാണ്. ആരോപണമല്ല, സത്യം. നടന്മാരൊക്കെ മഹാമദ്യപാനികളാ. അതൊരു വലിയ തെറ്റൊന്നുമല്ല. ഞെട്ടി അയ്യോ. പിന്നെ എന്ന് പറഞ്ഞു എത്രയോ വലിയ ആളുകൾ കുടിക്കാറില്ലേ? അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ? വീണ്ടും ഞെട്ടിയിട്ടാ ശ്രീനിവാസൻ. എന്റെ പൊന്നു, ഇത് ഇവളത് എന്തൊക്കെ പറയണത്? വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു. എന്തിന്? സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രതലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുമല്ലോ. എന്റെ പൊന്നെ, എന്തൊക്കെയല്ലേ പുള്ളിക്കാരൻ. നോണ സത്യമായിട്ടുമല്ല, പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ വല്യമ്മാവും കുടിക്കുമല്ലോ. ആ, മൂപ്പര് പറയുന്നത് പുരുഷത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന. ചേട്ടാ, ശ്രീനിവാസന് അങ്ങോട്ട് പണ്ടറടങ്ങി. കുടിക്കാതിരുന്ന ശ്രീനിവാസൻ ഇനി കുടിച്ചാലോ എന്നൊരു ചിന്ത വരും കേട്ടാ ഈ സംഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ. കാരണം സ്വന്തം ഭാര്യ ഇത്രയേറെ മദ്യത്തിനെ പുകഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുമ്പോ എന്തു ചെയ്യും? ഞാൻ ഇത്രയും കാലം മദ്യം കുടിക്കാതിരുന്നല്ലോ എന്നൊരു ചിന്തയാണ് ഇപ്പൊ പുള്ളിക്ക് വന്നിരിക്കുന്നത്. അതാണ് പുള്ളിയുടെ തിരക്കഥയുടെ കരുത്താണത്. ആ കൃത്യമായ രീതിയിൽ അഭിനയിപ്പിച്ച് വലിപ്പിച്ചെടുത്തേക്കാണ് ആ തിരക്കഥേനെ. കൃത്യമായി ശ്രീനിവാസന് തന്നെ പറ്റുള്ളൂ ഇങ്ങനെയുള്ള റോളുകളൊക്കെ ചെയ്യാനായിട്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ബാക്കി കാണാട്ടാ. ഇനി പുള്ളിക്കാരൻ മദ്യപിക്കാനായിട്ട് പോകുന്ന ഒരു പോക്കുണ്ട്. അത് പാത്തും പതിയൊക്കെ ചെന്ന് ചാരായ ഷാപ്പിൽ ചെന്നുകൊണ്ട് അതൊരു കോമഡി സീനാണ്. കണ്ടു നോക്ക്. ഒരു ഗ്ലാസ് ബ്രാൻഡി വേണം. ഒരു ഗ്ലാസ്സിന് അടച്ച ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ഡബിൾ ലാർജ്. ഓക്കെ, പെട്ടെന്ന് വേണം. ഒരു ഗ്ലാസ് ബ്രാൻഡി. ചേട്ടാ, സോഡ വേണ്ടേ? ഇനി കേട്ടോ വേണോ സാറേ? കൂമ്പ് കരിഞ്ഞു. ശ്രീനിവാസന് പറ്റണവരും പറ്റേ. അടിപൊളിയായിരുന്നല്ലേ. ഇത് ഇനിയാണ് തലക്കുളം സാറ് ഈ ചാരായ ഷാപ്പിലേക്ക് കയറി വരുന്നത്. ഈ വിദേശ മദ്യ ഷോപ്പിലേക്ക് കയറി വരുന്നത്. കണ്ടോ? താനിവിടെ എന്തൊരു മായാജാലം. കള്ള കുടിയില്ല വലിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പുള്ളിക്കാരൊന്ന് പ്രോത്സാഹിപ്പിക്കും. അതെ, എന്റെ ഭാര്യക്ക് മദ്യപിക്കുന്നവരോട് ഭയങ്കര ബഹുമാന. അപ്പൊ നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ലല്ലോ. അതങ്ങോട്ട് കേട്ടതോടുകൂടി ഇന്നസെന്റിന് തലക്കുളം സാറിന് ഒന്നും കൂടി അങ്ങോട്ട് ഒരു ആവേശവും. അത് കൊള്ളാമല്ലോ എന്നും പറഞ്ഞിട്ട് ഇനി കണ്ടോട്ടാ. അത് കൊള്ളാമല്ലോ.
അപ്പൊ തന്റെ ഭാര്യ വളരെ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള പാർട്ടിയാണല്ലോ. എനിക്ക് സന്തോഷായി. പുള്ളിക്ക് സന്തോഷമായി, കാരണം കമ്പനി കൂടാൻ ഒരാളെ കിട്ടിയല്ലോ. കമ്പനി കൂടാൻ ഒരു നല്ലൊരു സുഹൃത്തിനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് വലിയ പാടാണ്. അപ്പൊ പുള്ളിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കി കാണാം നമുക്ക്. ഇനി എല്ലാ ദിവസവും നമുക്ക് ഒരുമിച്ചിരുന്ന് കുടിക്കാലോ. അപ്പൊ എന്ന് മുതലായി പരിപാടി തുടങ്ങിയത്? ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞേ ഉള്ളൂ. ബാക്കി കാണാട്ടാ. എന്റെ പൊന്നോ, കുടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? അത് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സാരില്ല, ഞാൻ ശരിയാക്കി തരാം. ഇപ്പൊ ആശാനായി മാറി, മദ്യപാനത്തിന്റെ ആശാനായി മാറിയേക്കണ ഇന്നസെന്റ്. ഇന്ന് നമ്മൾ കലക്കുന്നു. ഇന്ന് ഉദ്ഘാടനമായതുകൊണ്ട് എല്ലാവരും എന്റെ വക. അത് വേണം. പിന്നെ വേണം. ഇന്ന് പുള്ളി അടിച്ച് തിമിർത്താണ് കൈ കൊടുക്കൂട്ട. ആളന്ന് കലക്കി എടുക്കും പുള്ളിക്കാരൻ. ജോസേ, ഒരു ഫുള്ള് ഇങ്ങോട്ട് പോരട്ടെ. ഫുള്ള് മേടിക്കണ്ട്, അപ്പൊ ഒന്ന് തകർക്കും. താൻ ഭാഗ്യവാനാണോ ദിനേശ? കുടിച്ചു എന്നാൽ ഭാര്യയെ പേടിക്കണ്ടെന്ന് മാത്രമല്ല, ബഹുമാനവും നേടാം. യു ആർ വെരി റിയലി ലക്കി മാൻ. താങ്ക് യു വെരി മച്ച്. നോ മെൻഷൻ. ഇവരുടെ അഭിനയം കണ്ടില്ല, എത്ര നാച്ചുറൽ ആയിട്ടല്ല അഭിനയിക്കണേ. കാരണം ഇതാണ് ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന എന്നൊക്കെ പറയുന്ന സംഭവമില്ല, അതാണ് ഈ സംഭവം. കാരണം അത്ര നാച്ചുറൽ ആയിട്ടല്ലേ. അതിൽ നമുക്കൊരു എന്താ വേറൊരാൾ പറഞ്ഞു കൊടുത്തിട്ട് അഭിനയിക്കുന്നതാണെന്ന് നമുക്കൊരിക്കലും തോന്നില്ല. അതാണ് ശ്രീനിവാസന്റെയും ഇന്നസെന്റിന്റെ ഒക്കെ ആ ഒരു അഭിനയ മികവ്, തികവ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ബാക്കി കാണാട്ടോ നമുക്ക്. അടിച്ച് പൂക്കുറ്റിയായിട്ട് ഇങ്ങനെ പോണ ഒരു പോക്കുണ്ട്. സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? സ്ത്രീകൾ എന്നെ ഇഷ്ടപ്പെടില്ലേ സാർ? ആ വേദനയോടുകൂടിയാ ചോദിക്കണത്. കാരണം അതൊരു കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചതെങ്കിലും ശ്രീനിവാസൻ പറഞ്ഞ ആ സംഭവത്തിൽ ഒരു സത്യം കിടപ്പുണ്ട്. കാരണം ഒട്ടുമിക്ക മനുഷ്യനും, ഈ ഭൂലോകത്തുള്ള ഒട്ടുമിക്ക മനുഷ്യനും ഞാനൊരു സുന്ദരനല്ല, ഞാനൊരു സുന്ദരിയല്ല എന്നൊരു തോന്നലുകൾ അവരെ പലപ്പോഴും തളർത്താറുണ്ട്. കാരണം മറ്റുള്ള പലരും പല രീതിയിലും നമ്മളെ പരിഹസിക്കുമ്പോഴും പുച്ഛിക്കുമ്പോഴും ഒക്കെ അത് കുറച്ചും കൂടി വേദനയായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അത് അത്ര കൃത്യമായ രീതിയിൽ വരച്ചെടുത്തേക്കാണ് തിരക്കഥയിലൂടെ ശ്രീനിവാസൻ. ബാക്കി കാണാട്ടോ നമുക്ക്. ഞാൻ സുന്ദരനല്ലേ സാർ? സാറ് പറയണം. ദിനേശ, ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരൻ നീയാണ് ദിനേശ. എന്റെ പൊന്നു, തലക്കുളം സാറിനെ പോലത്തെ ഒരു സുഹൃത്ത് നമുക്കില്ലാതെ പോയല്ലോ. ആ ഡയലോഗിന് എത്ര അല്ലേ, 100 പവന്റെ തിളക്കമുണ്ട് ആ ഡയലോഗിന്. അടിപൊളി. സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് എനിക്ക് പ്രശ്നം. സ്റ്റെപ്പ് ഉണ്ട്. ശബ്ദം സ്റ്റെപ്പൊക്കെ കയറി വീട്ടിലെത്തിയാണ്ട് ഇനി കാണാൻ ഇനി പുകിലാണ്. ദിനേശ, എന്താ സാറേ? നിന്നെയാണ് വാതിൽ തുറക്കാൻ, മര്യാദയ്ക്ക് വാതിൽ തുറക്കാൻ. വാതിലുറക്കാൻ പറഞ്ഞു വാതിൽ ചവിട്ടി പൊളിക്കാൻ പറയേണ്ട ഒരു സീൻ. അവിടെ പൊളിച്ചേക്ക് സാറേ. ചവിട്ടി പൊളിക്കട്ടെ. അമ്മ, തലക്കുളം സാറേ എന്റെ ദൈവമാണ്. തലക്കുളം സാറിന്റെ ദൈവമാണ് അമ്മ എന്ന് പറഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരത്തി വേഗം തന്നെ കെ പി സി ലളിത അകത്തേക്ക് കൊണ്ടുണ്ട്. ഇനി വന്നൊരു വരവുണ്ട്. കെ പി സി ലളിതയുടെ ഒക്കെ ഉഗ്രഭാവം കണ്ടോ? അമ്മയും ശോഭയും അദ്ദേഹത്തിന്റെ കാലിൽ വീണ് നമസ്കരിക്ക്. വേണ്ട ദിനേശ, നിർബന്ധിക്കണ്ട. അവരായിട്ട് വന്നു ചേടാ, കുടിപ്പിച്ചു, ഇനിയും കുടിപ്പിക്കും. അവന്റെ ദുഃഖം മറക്കാൻ ഞാൻ അവനെ ഇത്തിരി മദ്യം കുടിപ്പിച്ചു. ഇന്നസെന്റിന് ശരിക്കും പറഞ്ഞ നല്ലതായിട്ട് കിട്ടാറുണ്ട് കേട്ടാ ഇവിടുന്ന്. അവനിനി രാത്രി ദുഃഖം വരികയാണെങ്കിൽ ഇത് കുറേശ്ശെ ഗ്ലാസ്സിൽ ഒഴിച്ചോളൂ. തലക്കുളം സാറ് ചേർക്കാതെ തലക്കുളം എന്ന് പറഞ്ഞ പദപ്രയോഗം നടത്താറില്ലാത്തൊരു കുടുംബമായിരുന്നു ഇന്നസെന്റിന്റെ ചവിട്ടി പുറത്താക്കിയൊക്കെയാണ്. ബാക്കി കേട്ടോട്ടെ. ഇന്നസെന്റ് എന്നിട്ട് പോകാനായിട്ട് നിൽക്കുന്ന നിൽപ്പിൽ പറഞ്ഞ ഡയലോഗ് കയ്യിൽ നിന്ന് എടുത്തിട്ടതാണെന്ന് തോന്നുന്നുണ്ട്. കിടില സംഭവമാണ് അത്.
ദിനേശ ഗുഡ് നൈറ്റ്. എന്റെ പൊന്നു, അടിപൊളിയല്ലേ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോഴും ഇന്നത്തെ കാലത്ത് പോലും ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് ബോറടി ഫീൽ ചെയ്യില്ല അല്ലേ, ബോറടിക്കില്ല, ആർക്കും ബോറടിക്കില്ല, 100% ഉറപ്പാണ്. അത്ര മികച്ച ചിത്രമാണ് വടക്ക് നോക്കി യന്ത്രം. അപ്പൊ എല്ലാവരോടും ഓക്കെ, ടാറ്റ, ബൈ ബൈ.